എൻ്റെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല കേട്ടോ. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനൊരു സാധനം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. യെസ്, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമ്മളിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ. അപ്പോൾ അതിനെന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുക്കുന്നത് കേട്ടോ. തക്കാളി എന്ന് പറയുമ്പോൾ ഒരു നോർമൽ വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ്. ഞങ്ങളിവിടെ അധികം ആളുകളില്ല കേട്ടോ. ഞങ്ങൾ 3 ആളേ ഉള്ളൂ. ഞാൻ, അമ്മ, അച്ഛൻ, മോന്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മോൻ കഴിക്കുന്നതിനൊരു പരിധിയുണ്ട്, അച്ഛനും കഴിക്കുന്നതിനൊരു പരിധിയുണ്ട്, പിന്നെ ഞാനാണ് കഴിക്കാനുള്ളത്. അമ്മയാണെങ്കിൽ ചിക്കൻ കഴിക്കില്ല, വെജിറ്റേറിയനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയത് കാരണം ഒരുപാട് ചിക്കൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരുപാട് കറീൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മതി ഞങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു തക്കാളി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചും അതേപോലെ തന്നെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചും ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടാട്ടോ. എനിക്കിവിടെ ആൾ കുറവുള്ളത് കാരണം ഞാൻ ഓരോന്നോരോന്ന് എടുത്തിട്ടുള്ളൂ എല്ലാം. പിന്നെ ഞാൻ എടുക്കുന്നത് സവാളയാണ്. അത് ഒന്ന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. വലിയ സവാള അല്ല കേട്ടോ, ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു സവാള എടുക്കുന്നുണ്ട്. അതും ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചും അതേപോലെ ചിക്കൻ്റെ അളവിനനുസരിച്ചും ഇതൊക്കെ കൂട്ടാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിത് ചെയ്യുന്നത് ചിക്കൻ മസാല ഒന്നും ഇടാതെയുള്ള ചിക്കൻ കറിയാണ് കേട്ടോ നമ്മളിന്നിവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ 1/2 കിലോ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. ഈ 1/2 കിലോ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കിലോ ചിക്കൻ തന്നെ നമ്മൾ ഒരു ദിവസം കൊണ്ട് കഴിച്ച് തീർക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1/2 കിലോയും വേണ്ട. ഞാനും അച്ഛനും മോനും മാത്രമേ ഉള്ളൂ. അച്ഛനും അങ്ങനെ കഴിക്കാറൊന്നുമില്ല. മോനും കഴിക്കുന്നതിനൊരു കണക്കുണ്ട്, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് കഴിക്കുന്ന സാധനം ഇന്ന് തന്നെ കഴിക്കുക എന്നല്ലാതെ നാളത്തേക്ക് ചൂടാക്കി കഴിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ അത് കാരണം ഗ്രേവി ആണെങ്കിലും കുറച്ച് മതി. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇതാ നമ്മൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ടോ. ഇത് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല എരിവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മോൻ കഴിക്കുന്നതിനോണ്ട് തന്നെ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 2 പച്ചമുളക് മതി. ഇതിന് തന്നെ നല്ല എരിവായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. നോർമൽ നമ്മളെല്ലാവരും എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കാം. മുറിച്ചതിന് ശേഷം നമുക്കൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ അമ്മിയിലൊക്കെ വെച്ച് ചതച്ചെടുക്കുമല്ലോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. നിങ്ങൾ ചതച്ചെടുക്കുന്ന സമയത്ത് ഈ 3 ഐറ്റംസ് അല്ലാതെ ഞാൻ വേറെ 2-3 സാധനം കൂടി കാണിച്ചു തരാം. ഇത് എന്താണെന്നറിയോ, ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, ഇതെന്താണെന്നറിയോ, ഇത് പെരിഞ്ചീരകമാണ് കേട്ടോ. പെരിഞ്ചീരകം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ കറുവപ്പട്ട ഉണ്ടല്ലോ, കറുവപ്പട്ട അതെടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും ഒരു പീസ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് 2 ഗ്രാമ്പുമാണ് കേട്ടോ. 2 കുഞ്ഞ് ഗ്രാമ്പ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പച്ചമുളകും ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും, ഇത് 3 എണ്ണം കൂടി ഒന്ന് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇതിൽ വെച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുത്തുക അല്ലെങ്കിൽ അമ്മിയിൽ വെച്ച് ചതയ്ക്കുക, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പെരിഞ്ചീരകം കൂടി ചേർത്തിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് കേട്ടോ. കറുവപ്പട്ടയും നമ്മുടെ ഗ്രാമ്പൂവും ചേർക്കേണ്ട, ബാക്കിയെല്ലാം ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ
ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യൂലേ, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ മടി കാരണം ഞാൻ ഏറ്റവും അവസാനം ചെയ്യേണ്ട പരിപാടി ഫസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്കാണ് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചേർക്കുന്നത്. അതായത് നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ താളിക്കൂലേ, ആ ഒരു പരിപാടി ഞാൻ ആദ്യമേ ചെയ്യുകയാണ്. അതായത് എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അധികവും നിങ്ങൾ എങ്ങനെ മടി പഠിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്ക് ഗ്രാമ്പൂ ഇടുന്നുണ്ട്, അതേപോലെ കറുവപ്പട്ട കൂടി ഇടുന്നുണ്ട് കേട്ടോ. കറുവപ്പട്ട ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച സാധനങ്ങളില്ലേ, വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം, പച്ചമുളക്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതായത് തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് വഴന്ന് വന്നു. അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതായത് ഒന്ന് വഴന്ന് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പാണ് ചേർക്കുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വേഗം വെന്ത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ശരി, നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നു. ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും കൂടി ചേർന്നിട്ടൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തതിനോണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വേറൊരു പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആയി കഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ അടുത്ത പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുകയാണ്. എനിക്കിവിടെ അധികം എരിവ് വേണ്ട, പച്ചമുളകിന് ഓൾറെഡി നല്ല എരിവുള്ളത് കാരണം. പിന്നെ ഇത് മാത്രമല്ല, ഈ മുളക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വറ്റൽ മുളക് പൊടിച്ചിട്ട് വയ്ക്കുന്ന മുളകാണ് കേട്ടോ, മുളക് പൊടിയാണ്. നല്ല എരിവാണ്, നാടൻ മുളക് പൊടി ആയതാണ്, നല്ല എരിവുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കൻ മസാല കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ചിക്കൻ മസാല ഇല്ലാതെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ തീ സിമ്മിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ചൂടായാൽ മതി. ആ ഒരു പച്ച മണം മാറിയിട്ട് ഉള്ളൊരു സ്മെല്ലില്ലേ, അതൊന്ന് ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഐറ്റംസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഉള്ളി, തക്കാളി, ആ വഴറ്റി വെച്ച സാധനത്തിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓൾറെഡി ഇതിലുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നല്ല, നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ അധികം ഗ്രേവീൻ്റെ ആവശ്യമില്ല. നമ്മുടെ ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. നോക്കി നമുക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ നല്ല എന്തായാലും വേണം, അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണേ. അപ്പം നമ്മുടെ കറി അതായത് നന്നായിട്ട് തിളച്ചു. അപ്പം നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് വേവാനുള്ള വെള്ളം കുറവായിരുന്നു, വറ്റിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചേർക്കുന്ന വെള്ളം മുഴുവൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളമല്ലേ. എന്താ പറയുക, നമുക്ക് ഈ ഒരു കറിയിലേക്ക് നല്ല ഏതൊരു കറിയിലാണെങ്കിലും കറി ഒന്ന് കുറുകി പോയിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച ആറിയ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറി ഒന്ന് ലൂസായി കിട്ടും. ഏത് കറിയിലും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ 1/2 കിലോ ചിക്കൻ വാങ്ങിയത് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. വേവുള്ള ചിക്കനാണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ, അതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഇപ്പം ഞാനിടുന്നത് എന്താ അറിയോ, ഇതിൻ്റെ പേര് ഓൾ സ്പൈസസ്, അതായത് സർവ്വസുഗന്ധി എന്നാണ്. പിന്നെ വേറെ മല്ലിയില കൂടി ഞാനില്ലേ ചേർക്കേണ്ടത്. ഏറ്റവും അവസാനം ഇട്ടാൽ മതി മല്ലിയില, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇട്ടേ ഉള്ളൂ. ഈ സർവ്വസുഗന്ധി നമ്മൾ ഈ വരട്ടി വെക്കുന്ന ഐറ്റംസൊക്കെ ഇല്ലേ, അതിൽ ഈ ഒരു ഇല പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. സർവ്വസുഗന്ധിയാണ്, എല്ലാ സുഗന്ധങ്ങളും അതിലുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതാണ് ആദ്യം ഞാൻ ഇട്ടതല്ല. രണ്ടാമത് ഇട്ടത് മല്ലിയിലയാണ്. ഇനി ഇതിലേക്ക് ഞാൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് എന്താ അറിയോ, പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എങ്ങനെയുണ്ട്, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ. എനിക്കെന്താ അറിയോ, എനിക്കിവിടെ സൗകര്യക്കുറവുണ്ട് നന്നായിട്ട്. അത് കുഴപ്പമില്ല, എല്ലായിടത്തും ഓരോരോ മാതിരിയായിരിക്കുമല്ലോ അല്ലേ. പിന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് വീഡിയോ എടുത്തരാൻ ആരില്ലടോ. കാരണം ഞാൻ തന്നെ എടുക്കണം. അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം, ഫോണും പിടിച്ച് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വന്നെടുക്കണം. പിന്നെ അധികം എന്നെ ഹെൽപ്പ് ചെയ്യാൻ മോനാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആരും ഇല്ല വീഡിയോ എടുത്തരാനും. പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നവും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തു തരുന്നതാണ്, ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവരോട് കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം ഒരുപാട് വീഡിയോസ് ചെയ്യണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അനുഭവങ്ങളാണ്, അനുഭവിച്ച കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാനുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയാനും ചെയ്യാനൊക്കെ നമുക്ക് വീഡിയോസ് ഇനിയും ചെയ്യണം എന്ന് തോന്നുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നറിയുമ്പോഴാണല്ലോ. അത് എൻ്റെ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ് ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഴപ്പമില്ല. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സംസാരത്തിലായിപ്പോയി, കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ചിക്കൻ കറി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവരോടും കൂടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.